ഈ സക്കാത്ത്, ഹജ്ജ്, ഫർലാക്കപ്പെട്ട നമസ്കാരം തുടങ്ങിയ ഫർലാക്കപ്പെട്ട എല്ലാ കർമ്മങ്ങളും നമ്മൾ ജീവിതത്തിൽ ചെയ്യാറുണ്ട്. എന്നാൽ നമ്മൾ സുന്നത്ത് കാര്യങ്ങളിൽ നമ്മൾ പിന്നോക്കം കാണിക്കാറാണ് പതിവ്. സുന്നത്തിൽ കുറച്ച് മടിയാണ്. എന്നാൽ നമ്മളൊന്ന് ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വെറുതെ ചെയ്യുന്ന കർമ്മങ്ങൾ സുന്നത്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? രാവിലെ ഒരു ദിവസം എഴുന്നേൽക്കുമ്പോൾ തന്നെ നിങ്ങൾ പല്ല് തേക്കൽ സുന്നത്താണ്, രാവിലെ കൈ കഴുകൽ സുന്നത്താണ്, ബാത്റൂമിൽ ഇടത് കാല് വെച്ച് കയറി വലത് കാല് വെച്ച് ഇറങ്ങൽ സുന്നത്താണ്, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ബിസ്മി ചൊല്ലൽ സുന്നത്താണ്, ശേഷം അൽഹംദുലില്ലാ പറയുന്ന സുന്നത്താണ്, അതുപോലെ വസ്ത്രം ധരിക്കൽ സുന്നത്താണ്. ജോലികൾക്കും നിങ്ങൾ പഠന നിർവഹണത്തിനും വേണ്ടി നല്ല കാര്യങ്ങൾക്ക് ചെയ്യുന്നതിലെല്ലാം സുന്നത്തുണ്ട്. കുടുംബമായിട്ട് ഒത്തൊരുമിച്ചിരുന്ന് സംസാരിക്കൽ വരെ സുന്നത്താണ്. പോട്ട് ഒരു മുസ്ലിമായ മനുഷ്യന്റെ മുഖത്ത് നോക്കി ജസ്റ്റ് ഒരു പുഞ്ചിരി കൊടുക്കുന്ന വരെ സുന്നത്താണ്. ഇത്രയും സുന്നത്തായ കർമ്മങ്ങൾ ഞാൻ പറഞ്ഞത് ജീവിതത്തിൽ ചെയ്യുന്ന സാധാരണ പ്രവർത്തനങ്ങളാണ്. മറ്റു സുന്നത്തുകൾ നൂറോളം കണക്കിനുണ്ട്. ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ നമുക്ക് നിയ്യത്തുണ്ടാവണം, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്താ അല്ലേ ഇസ്ലാം എന്ന് പറഞ്ഞാൽ? ഒരു സാധാരണ മനുഷ്യൻ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹു പ്രതിഫലം നൽകും. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ചിന്തിച്ച് ഓരോ സുന്നത്തുകളും സമയത്തിന് ചെയ്യാൻ നമുക്ക് നിയ്യത്ത് വെക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ഓരോരോ നിയ്യത്തുകളും ചെയ്യുവാനും ആ റസൂലിനെ ഏറെ സ്നേഹിക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ.